ആദ്യം ജെമിനി ആപ്പ് തുറക്കണം. എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ എടുക്കണം. ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു പഴയ ഫോട്ടോ. അതിനെ ഞാൻ ഇപ്പോഴത്തെ രീതിക്ക് ഒന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ. അമ്മൂമ്മ ഒന്ന് നേരെ ഇത് സാരിയൊക്കെ കൊടുത്ത് ആ ഒരു രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാൻ അതിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് തോന്നുന്നു സാധാരണ ഇതൊന്ന് ശരിയാക്കി തരൂ എന്ന് നമ്മൾ പറയുന്നതിനെക്കാട്ടും പ്രിയപ്പെട്ട ജെമിനി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുമ്പോഴാണെന്ന് തോന്നുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ജെമിനി തരണത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയാണത് കേട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് ശരിയാക്കി എടുത്തതല്ല, ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോ ശരിയായി വന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ വേഷവും അതേപോലെയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ എഴുതി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജെമിനിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രിയപ്പെട്ട ജെമിനി, എൻ്റെ അമ്മൂമ്മയുടെ ഫോട്ടോ ആണിത്. അമ്മൂമ്മയുടെ വേഷം കറുത്ത ചെറിയ കരയുള്ള നേരിയത് സാരിയാണ്. പിന്നെ കാതിൽ 2 ചെറിയ സ്വർണ്ണ കമ്മലുകളും, പിന്നെ പൊട്ടൊന്നും നെറ്റിയിൽ ഇട്ടിട്ടില്ല. അമ്മൂമ്മയുടെ മുഖത്തിന് മാറ്റം വരാതെ വേണം ഫോട്ടോ റെഡിയാക്കി തരാൻ. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വെറും പ്ലെയിൻ എന്നാണ് എഴുതി കൊടുത്തത്. അപ്പോഴാണ് എനിക്ക് ഈ ഫോട്ടോ റെഡിയായി കിട്ടിയത്. ആദ്യത്തെ പ്രാവശ്യമൊന്നും പെട്ടെന്നൊന്നും റെഡിയായി കിട്ടിയൊന്നുമില്ല കേട്ടാ. നമ്മളെ മുഖത്തിന് സാമ്യം വരണത് വരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് കേട്ടാ. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ഫോട്ടോ ശരിയാക്കിയെടുത്തത്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു ജെമിനി ഫോട്ടോയ്ക്കും പ്രോംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതി എൻ്റെ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുപോലെ കിട്ടും. ചിലതൊന്നും സാമ്യം ഇല്ലെങ്കിൽ ഞാൻ സാമ്യം വരും വരെ ചെയ്യും. അങ്ങനെയാണ് കേട്ടാ. അമ്മൂമ്മയുടെ ഫോട്ടോ ഇതാ റെഡിയായി കിട്ടി. ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇതാ ഫോട്ടോ തന്നെ പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ബട്ടൺ വരും. അതുകൊണ്ട് സേവ് ചെയ്താൽ മതി. ഇനി അടുത്ത് ഈ ഫോട്ടോ തന്നെ ഞാൻ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എടുക്കണുണ്ടേ. ഒരു ഫോട്ടോ റെഡിയാക്കി വീണ്ടും ബാക്കടിച്ച് വന്നാലേ അടുത്ത ഫോട്ടോ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. എങ്കിലേ ക്ലാരിറ്റി ആയിട്ട് എനിക്ക് കിട്ടണുള്ളൂ. എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ, പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടണുള്ളൂ. അതാണ് ഞാൻ ബാക്കടിച്ചിട്ട് വീണ്ടും ജെമിനി ആപ്പ് തുറന്നത്. ഇനി ആ ഫോട്ടോ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ജെമിനി എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി തരും. ഇതാ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി തരുമെന്ന് എഴുതി കൊടുത്തപ്പോൾ ഇതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നേ. ഇതും ഇനി സേവ് ചെയ്തെടുക്കാം. ഇനി എൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയിൽ ഞാൻ അമ്മയും കൊണ്ട് നിൽക്കണം. കുട്ടിക്കാലത്തെ ഫോട്ടോയിൽ അമ്മൂമ്മയുടെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യാനാണ് കേട്ടോ ഞാൻ അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ ആക്കിയെടുത്തത്. ഇതാ ഇതേപോലെ അമ്മൂമ്മയുടെ ഫോട്ടോയും എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും കൂടെ ആഡ് ചെയ്ത് ഇതാ അതിൽ ഡൺ കൊടുക്കുമ്പോൾ ഇതിലാവേ. ഇനി അതിൽ ഞങ്ങൾ ഒരുമിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്തു കേട്ടോ. ഈ ഫോട്ടോയൊക്കെ എങ്ങനെ ശരിയാക്കിയെന്ന് ഒരുപാട് പേര് എൻ്റെ കൂടെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ എൻ്റെ മുത്തശ്ശി ഞാനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോയിൽ മുത്തശ്ശിയുടെ ഫേസ് ഒന്നും ക്ലിയർ അല്ലായിരുന്നേ. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു രീതിക്ക് ഞാൻ അതിൽ എഴുതി കൊടുത്തേ മുത്തശ്ശിയുടെ മുഖം ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തപ്പോൾ ഒരുവിധം ശരിയായി കിട്ടി കേട്ടാ. മൊത്തത്തിൽ ശരിയായില്ലെങ്കിലും ഒരുവിധം ശരിയായി കിട്ടി. മുത്തശ്ശിയുടെ ഒരു ചെറിയ ചായയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മുത്തശ്ശി എനിക്ക് തോന്നുന്നു ആ ഒരു ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നായിരിക്കും ഇരുന്നത് എന്ന് എനിക്ക് തോന്നുകയും ചെയ്യണേട്ടാ. അങ്ങനെ ഞാൻ മുത്തശ്ശിയുടെ ഫോട്ടോ ശരിയാക്കി എടുത്തായിരുന്നു. അപ്പോഴും എല്ലാവരും വന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോംപ്റ്റ്. ഞാൻ അതിലും പ്രോംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കറിയാവുന്നുള്ള എൻ്റെ ഓർമ്മയിലുള്ള മുത്തശ്ശിയുടെ മുഖഭാവങ്ങൾ എഴുതി കൊടുത്താണ് ഞാൻ അത് ശരിയാക്കിയെടുത്തത്. ആ ഫോട്ടോ ശരിയാക്കിയെടുത്തപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ചോദിച്ചത് കേട്ടോ. അച്ഛൻ്റെ അമ്മൂമ്മയാണ് ആ മുത്തശ്ശി. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ഇതുപോലെ തന്നെ ഇരിക്കണേന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഈ ഫോട്ടോയും ശരിയായി. അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ഫോട്ടോയിൽ അമ്മൂമ്മേരെ ഫോട്ടോയും കൂടെ ചേർത്ത് നിർത്തി തരുമെന്ന് ചോദിച്ചപ്പോൾ അതും ശരിയാക്കി തന്നു. ഇനി അടുത്ത് ചെറിയ എന്നെയും കൊണ്ട് അമ്മ നിൽക്കുന്ന ഫോട്ടോയിൽ നിന്ന് ചെറിയ എന്നെ മാറ്റിയിട്ട് വലിയ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഇത്തിരി കൂടെ വലുതായ ആ ഫോട്ടോയും കൂടെ ചേർത്ത് നിർത്തി ഞാൻ ഒരു ഫോട്ടോ ചെയ്തായിരുന്നു. ആ ഫോട്ടോയിൽ അത് കളർ ഫോട്ടോയാണ് കേട്ടോ എടുത്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്ത് കളർ ഫോട്ടോ എടുത്തു. പിന്നെ അതിൻ്റെ കളർ ഫോട്ടോയിൽ അമ്മൂമ്മയുടെ ആദ്യം എടുത്ത കളർ ഫോട്ടോയില്ലേ അതും കൂടെ ചേർത്ത് നിർത്തി തരുമെന്ന് ഞാൻ എഴുതി ചോദിച്ചതാ ഇതേപോലെ. അപ്പോൾ അതും ശരിയാക്കി തന്നു. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് എഴുതി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതും കൂടെ കൊടുക്കണേ. അങ്ങനെ ഞങ്ങൾ 3 പേരെയും ഇതാ ഒരുമിച്ച് നിർത്തി തന്നെ. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോണത് ഈ ഫോട്ടോ കഴിഞ്ഞിട്ട് അടുത്ത് ചെയ്യാൻ പോണത് എൻ്റെ അമ്മ എന്നെ കുഞ്ഞിലെടുത്തുകൊണ്ട് വെച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ. ആ ഫോട്ടോയിൽ ചെറിയ ചെറിയ വെള്ള പുള്ളികൾ വന്ന് അത് മങ്ങാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അത് ഞാൻ കൊടുത്ത് ആദ്യം ശരിയാക്കി എടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണ് ശരിയാക്കിയെന്ന് ഞാൻ കാണിക്കണുണ്ട്.
ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അമ്മയും ഞാനും കൂടെ ഉള്ള ഫോട്ടോയിൽ മങ്ങലൊക്കെ മാറ്റി തരണം എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കി തന്നു. പക്ഷേ അമ്മയുടെ മുഖം ഒരു ചിരിച്ച മുഖമായിരുന്നു കേട്ടോ. ഇതിൽ ഫോട്ടോ വന്നപ്പോൾ ചിരിക്കാത്ത രീതിക്കാണ് കേട്ടോ വന്നത്. ഇപ്പോൾ കുറേ നേരം അതിൽ ജെമിനിൽ ഇങ്ങനെ ഫോട്ടോ ശരിയാക്കുന്നു. ആ ഒരു ഇത് ആയതുകൊണ്ട് ഇന്നത്തെ ആ ഒരു സമയം കഴിഞ്ഞേട്ടെ, ഇനി നാളെ തൊട്ടേ ശരിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ശരിയാക്കിയെടുത്ത അതുപോലെ ആയി കിട്ടേണായിരുന്നേ. പക്ഷേ അതിന് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് കാണിക്കണില്ല കേട്ടോ. പിന്നെ അമ്മയുടെ ഫോട്ടോയിൽ നെറുകയിലും അതുപോലെ തന്നെ നെറ്റിയിലും ചുമന്ന പൊട്ട് വന്നു. അപ്പം ഞാൻ എഴുതി കൊടുത്ത് നെറുകയിൽ സിന്ദൂരം ഇട്ടിട്ടില്ല, നെറ്റിയിൽ കറുത്ത പൊട്ടാണെന്നും. അതും ജെമിനി എനിക്ക് ശരിയാക്കി തന്നു. ജെമിനി വഴി ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരുവിധമൊക്കെ ശരിയാക്കി എടുക്കാൻ കേട്ടാ. പിന്നെ ഒരു സന്തോഷം, നമുക്കൊന്നും ഇല്ലാതെ ഇരിക്കണതിനെക്കാട്ടി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ശരിയാക്കി എടുക്കാൻ പറ്റാത്ത ഫോട്ടോ ഒരുവിധം ഇങ്ങനെയെങ്കിലുമൊക്കെ ആക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.